ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹിത മോഹനൻ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ആണ്. ഞാനിപ്പോൾ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ട് സബ് ഡിവിഷൻ നമ്പർ 1 മുട്ടം ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് വരെ ഞാൻ PWD ബിൽഡിംഗ് സെക്ഷൻ നെടുങ്കണ്ടം ഓഫീസിൽ തേർഡ് ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ഞാനൊരു 2.5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 2017 നവംബറിലാണ് ചാലക്കുടി ഹോളിമാത അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് അവിടെ എടുത്തു പറയേണ്ടത് അവിടുത്തെ ക്ലാസ്സുകളും നോട്ട്സുകളും തന്നെയാണ്. നോട്ട്സ് എന്ന് പറയുന്നത് കുറെ അധികം ബുക്കുകൾ റെഫർ ചെയ്തുകൊണ്ടാണ് നമുക്ക് നോട്ട്സ് തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് ഒറ്റ ബുക്കുകളും റെഫർ ചെയ്യാതെ തന്നെ ആ നോട്ട്സ് പഠിച്ചാൽ തന്നെ ഒരുവിധം എക്സാമുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് എക്സാമിന്റെ സിലബസ് അനുസരിച്ച് എല്ലാ സബ്ജക്റ്റുകളുടെയും എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ സാധാരണയായിട്ട് ഉച്ചവരെയായിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങള് ഫ്രണ്ട്സിന്റെ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അതില്. അവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന് പഠിക്കുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ സാധാരണയായിട്ട് ഞങ്ങൾ ഈ ക്ലാസ്സിലെടുത്ത പോർഷൻസ് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഗേറ്റ് മെറ്റീരിയല്, അതുപോലെ തന്നെ കുറുമിയുടെ ബുക്ക്, PK നായരുടെ ബുക്ക്, അതിനകത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങള് ഇപ്പോ ക്ലാസ്സിലിരുന്ന് പഠിച്ചതിന് ശേഷം പിറ്റേ ദിവസം വീട്ടിൽ നമ്മൾ വരുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ പുതിയത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ 5 ക്വസ്റ്റ്യൻസ് പിന്നെയും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഞങ്ങൾ 4 പേരാകുമ്പോൾ മൊത്തം ഞങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ അഡീഷണൽ കിട്ടുമായിരുന്നു. അങ്ങനെ ആ 20 ക്വസ്റ്റ്യൻസും കൂടെ ഞങ്ങൾ അന്നത്തെ ദിവസം പഠിക്കുമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് അവിടുത്തെ റിവിഷൻ എക്സാമുകളാണ്. റിവിഷൻ എക്സാമുകൾ നടത്തിയതിനു ശേഷം ക്ലാസ്സിൽ തന്നെ വെച്ച പേപ്പർ ചെക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ക്ലാസ്സിൽ വിളിച്ചു പറയായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ മാർക്കുകൾ വിളിച്ചു പറയുന്നത് വഴി നമുക്ക് എത്രത്തോളം ആ സബ്ജക്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുമായിരുന്നു. മാത്രമല്ല പിന്നെ ആ എക്സാം നടത്തുമ്പോൾ, ആ സബ്ജക്റ്റിന്റെ എക്സാം നടത്തുമ്പോൾ മുമ്പത്തെ തവണ എഴുതിയതിനേലും നന്നായി നമുക്ക് എങ്ങനെ നന്നാക്കി എഴുതാന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞിരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എക്സാമുകളെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സാറ് നമുക്ക് ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് എക്സാം എഴുതേണ്ടത് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങള് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് സാറ് പറഞ്ഞിരുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സാറ് പറയുന്നത് നമ്മൾ എക്സാം ഹാളില് കയറിയത് മുതൽ എക്സാം കഴിയുന്നത് വരെ നമ്മൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് സാറ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ് ആ പറഞ്ഞു തന്ന രീതിയിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് സാധാരണ സ്കോർ ചെയ്യുന്നതിനും വിട്ടിട്ട് എത്ര മാർക്ക് അഡീഷണൽ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ടെന്ന് സാറ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും പഠിക്കാന്നാണ് സാറ് പറയുക. അതായത് നമ്മൾ പഠിച്ച സബ്ജക്റ്റുകൾ തന്നെ ഒത്തിരി തവണ പഠിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ എത്ര സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടോ ആ സബ്ജക്റ്റുകൾ എല്ലാം ആ ആഴ്ചയുടെ അവസാനം നമ്മൾ ഒന്നിച്ച് റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ പഠിച്ച കാര്യം പെട്ടെന്ന് മറന്നു പോവാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും റിവൈസ് ചെയ്യണം. പിന്നെ എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ ടീച്ചേഴ്സും നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഡൗട്ടുകളെല്ലാം തന്നെ അവർക്ക് പറ്റുന്ന രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനോടും ഒരു പ്രത്യേകം നന്ദി പറയാണ്. ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. പിന്നെ അവിടെ അവർ പറയുന്ന രീതിയിൽ, ടീച്ചേഴ്സ് പറയുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒരുവിധം എക്സാമുകൾ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങനെ ഞാൻ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധി വരെ ആ പറഞ്ഞ രീതിയിൽ പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് 1ഉം 2ഉം എക്സാമുകളല്ല, ഒരുപാട് എക്സാമുകൾ നല്ല രീതിയിൽ എഴുതാനും, അതുപോലെ ഞാൻ LSTDയുടെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ, അതുപോലെ ഇപ്പോൾ PWD ഇറിഗേഷന്റെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ, PWD ഇറിഗേഷൻ തേർഡ് ഗ്രേഡ് ഓവർസിയർ, പിന്നെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ തേർഡ് ഗ്രേഡ് ഓവർസിയർ, പിന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, സർവേയർ, ഇതിന്റെ എല്ലാം ലിസ്റ്റുകളിൽ ഉൾപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് സാധിച്ചത് ഞാൻ എന്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. എനിക്ക് ഹോളിമാതയിൽ ചേർന്ന് പഠിച്ച് അവിടുത്തെ ക്ലാസ്സുകളും എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്കിത് സാധ്യമായത്. അതിനു മുമ്പ് വരെ എനിക്ക് PSC എക്സാം എഴുതി എനിക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുമോ എന്നുള്ളത് സംശയമായിരുന്നു. ഇപ്പം ഇവിടുത്തെ ക്ലാസ്സുകൾ കൊണ്ട് തന്നെയാണ് ഞാൻ എന്താ ലിസ്റ്റിൽ കയറാനും എനിക്ക് ജോലി നേടാനും പറ്റിയതെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ജോലിയിൽ കയറാൻ പറ്റിയതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ട് ലിസ്റ്റുകളിൽ വരാനായിട്ട് സാധിക്കട്ടെ.